ഇത് ഞങ്ങളെ വേളാങ്കണ്ണി പള്ളിയുടെ അകത്ത് കയറാനുള്ളൊരു പ്ലാനാണ്. മാല ഇടണം, പിന്നെ തിരി കത്തിക്കണം. അപ്പോൾ ഞാനും ലെനിൻ ചേട്ടനും തിരി മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ മാലയും തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ. എന്നിട്ട് ഇനി അത് അവിടെ കൊണ്ടിടണം. മാല തിരി കത്തിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് അവിടെ അനുവദിച്ചില്ല. ഇതിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ, നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട്. അപ്പോൾ ശ്യാമ് ട്രൈപോഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണേ. നമുക്ക് സെക്യൂരിറ്റിയൊക്കെ വന്നിട്ട് ഭയങ്കര കരിപ്പിലാണ് അവിടെ വന്നിട്ട്. അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാനുണ്ടാവുന്ന കുറേ നേരെ പറയണത്. ഞങ്ങളപ്പോൾ ഇപ്പോൾ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മമ്മി നിൽക്കണേ, ഫോട്ടോ എടുക്കട്ടെ. മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എല്ലാം എടുത്ത് ഇനി തിരിച്ച് നാഗപട്ടണത്തിലേക്കുള്ള യാത്ര. വരുന്ന വഴിക്ക് ഗ്രാമങ്ങളിൽ ഇങ്ങനെ ഓലപ്പുരകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അവർക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കാം. ഞങ്ങൾ നാഗപട്ടണം കസ്റ്റംസ് ഓഫീസിൻ്റെ അരിയത്താണ് ഉള്ളത് ഇപ്പം. അപ്പം ലൈറ്റ് ഹൗസ് ഉണ്ട്, ഫെറി ഇവിടെ തന്നെയൊക്കെയാണ്. അപ്പോൾ ചെറുതാ ദൂരത്ത് കാണുന്നതാണ് ഫെറി, അത് ലൈറ്റ് ഹൗസ്. അവിടെ നിന്ന് ഞങ്ങൾ സൈക്കിൾ തള്ളിക്കൊണ്ട് വന്നിട്ട് പറ്റണുണ്ടായില്ല, പിന്നെ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒരു ടെൻ്റെല്ലാം അടിച്ച് ടെൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഈ അരിയത്തൊക്കെ വന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടുകാർ. എന്നിട്ട് ഞങ്ങൾ ഈ ടെൻറ്റ് ഇതാണ് എടുക്കണം. ഇന്നലെ ഞങ്ങൾ വരുന്ന വഴിക്ക് ടെൻ്റ് അടിച്ച് നോക്കി, പക്ഷെ അവിടെയൊക്കെ ഭയങ്കര കാറ്റ്, സമ്മതിക്കണല്ലോ, അത് കുറ്റിയടിക്കാനും പറ്റണല്ലോ ഇതിൻ്റെ. പിന്നെ സൈക്കിളിലൂടെ സേഫ് ആണോ എന്നറിയില്ല, രാത്രി ചിലപ്പോൾ കിടന്ന് നോക്കും, പറ്റിയില്ലെങ്കിൽ എഴുതിയിട്ട് റൂമിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കണം. നല്ല എടുത്തിട്ടുണ്ട്, എന്നാലും ഇതൊരു എക്സ്പീരിയൻസ് ഇതുവരെ ചെയ്തിട്ടില്ല കടലിൻ്റെ അരികത്ത്. എന്നിട്ട് നാളെ രാവിലെ 7 മണിക്കാണ് ഷിപ്പ് പോകുന്നത്. അപ്പോൾ 4:30 റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ നല്ല സ്നേഹമുള്ളവരുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമുക്ക് ഹായ് എന്നൊക്കെ പറയും, എവിടെ നിന്ന് വരുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നല്ല മനുഷ്യരാണ് ഇവിടെയുള്ള എല്ലാവരും. എന്തെങ്കിലും സഹായം വേണോ, ജ്യൂസ് വേണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞാണ്, നമ്മളുടെ അവിടെയൊക്കെ അസ്തമയം കാണുന്നത് നേരെ കടലിലേക്ക് സൂര്യൻ ഇറങ്ങിപ്പോണതായിട്ടാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിൽ നോക്കിക്കഴിഞ്ഞാൽ 6 മണിയായിട്ടും ഒന്നുമില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടിൽ നോക്കിക്കേ, ഇത് 6 മണി കഴിഞ്ഞ് ഉണ്ടല്ലേ. ഇവിടെയൊക്കെ ആളുകൾ വന്നിരിക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, സൂര്യനെ കാണാനേ ഇല്ല. എന്ന് വെച്ചാൽ ഇത് കിഴക്ക് വശമാണല്ലോ, അപ്പോൾ ഇവിടെ ഉദയം മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അസ്തമയം കാണണമെന്നുണ്ടെങ്കിൽ ഇവർക്ക്, ഇവിടെയുള്ള ആളുകൾക്ക് ഈ മരത്തിൻ്റെ അപ്പുറത്തേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ സൈക്കിളും ടെൻ്റൊക്കെ ഇവിടെ ഉണ്ട്. അവരോരോ നമ്മുടെ കൂട്ടുകാരന്മാർ ഓരോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ്, ആ വീഡിയോ എടുത്തത് കണ്ടുകൊണ്ടിരിക്കണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കാണ്ട. അപ്പോൾ ആ ഒരു കാര്യവും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അന്നേരം ഞങ്ങളിപ്പോൾ തന്നെ പോയി ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനോട് പറഞ്ഞ് ഏൽപ്പിച്ച് സൈക്കിള് എടുത്തുകൊണ്ട് പോകും, പറ്റുമെങ്കിൽ ടെൻ്റ് അഴിച്ചുകൊണ്ട് പോകും. ഇവിടെ പ്രശ്നമില്ലെന്നാണ് പറയണത്. എന്നാലും ഞങ്ങൾക്കൊരു പേടി. മിക്കവാറും രാത്രി ചിലപ്പോൾ കിടന്നുറങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ റൂമിലേക്ക് തന്നെ പോകാൻ പ്ലാൻ ചെയ്തേക്കണം. ടെൻ്റെല്ലാം ഞങ്ങൾ കിട്ടി, പക്ഷേ കാറ്റ് സമ്മതിക്കണല്ല, ഭയങ്കര കാറ്റ്, ശക്തിയായ കാറ്റ്, പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് ടെൻ്റ്. അപ്പോൾ കുറ്റിയെല്ലാം ഇതിനുണ്ട്, പക്ഷേ പറ്റിയില്ല. അത് കാരണം ഞങ്ങളിതെല്ലാം അഴിച്ച് ചുരുട്ടിക്കെട്ടി നേരെ റൂമിൽ തന്നെ പോയി കിടന്നുറങ്ങാനായിട്ട് റൂമിലേക്ക് പോയി. ഇനി നാളെയാണ് നമുക്ക് പോകേണ്ട ദിവസം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം പുറകെ വരും. നാളെ അപ്പോൾ ശ്രീലങ്കക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സൈക്കിൾ ചവിട്ടി വിദേശ രാജ്യങ്ങളിൽ പോകണമെന്നുള്ളത്. അപ്പോൾ നാളെ എല്ലാം കൂടി ഒരു അവസരം കിട്ടി. ഷിപ്പിനാണ് പോകുന്നത്. ഞങ്ങൾ 3 പേരുണ്ട്, ലെനിൻ, ശ്യാം. അപ്പോൾ സുമ ചേച്ചി, ഞങ്ങളുടെ സൈക്ലിംഗ് ക്ലബ്ബിലുള്ള സുമ എന്ന് പറഞ്ഞൊരു ചേച്ചി സൈക്കിൾ തന്നു. സൈക്കിൾ എനിക്ക് വേറെ ഉണ്ടെങ്കിൽ പോലും ടൂറിങ്ങിന് പറ്റിയതുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേച്ചിയുടെ നല്ലൊരു സൈക്കിളാണ്, മാരിൻ്റെ. പിന്നെ മുരുകൻ എനിക്ക് ബാഗ് തന്നു, ട്രാവലിംഗ് ബാഗ്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ഉണ്ടായി, വാങ്ങിക്കാനൊക്കെ ഉണ്ടായി. അതെല്ലാം വാങ്ങിച്ച് എന്നിട്ട് പിന്നെ സൈക്കിളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സൈക്കിൾ ബാഗ് വീലിലിങ്ങനെ ഒരെണ്ണം കൊണ്ടിട്ട് മൾട്ടിവുഡ് കൊണ്ടൊരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടത്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, എല്ലാം റെഡിയാണ്. ഇങ്ങനെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്, കൊച്ചി ടു ശ്രീലങ്ക. പിന്നെ ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ, മൊബൈൽ വെക്കാനായിട്ടുള്ളത്, സ്പീഡോമീറ്റർ, ഹെൽമെറ്റ്, അങ്ങനെ ഇവരുടെ സൈക്കിളെല്ലാം റെഡിയാണ്. ലെനിൻ ചേട്ടൻ്റെ സൈക്കിള്, പിന്നെ അതുപോലെ
ശ്യാമിൻ്റെ സൈക്കിള് എല്ലാം റെഡിയാണ്. നാളെ അപ്പോൾ പോകാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഓഫീസ് നമ്മൾ കണ്ടുപിടിച്ച്, ശുഭം ഫെറി, ഇതാണ് ഓഫീസ്. കുറേ അലഞ്ഞു തിരിഞ്ഞ് കണ്ടുപിടിച്ച് നമ്മുടെ ചേട്ടന്മാരിവിടെ നിന്ന് ചിരിയോട് ചിരി ടിക്കറ്റെല്ലാം കൺഫേമായി. അപ്പോൾ ഓഫീസ് ഇതാണ്. നാളെ നമ്മൾ ഈ ഷിപ്പിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തും പിന്നെ പുറത്തുമായിട്ട് ഒരുപാട് രസകരമായ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണം. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എങ്കിലേ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും എല്ലാവരും ചെയ്യുമെന്ന വിശ്വാസത്തോടെ നാളെ കാണാം.